ഹലോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടെക്നിക്സ് ഫോർ ജനറേറ്റിംഗ് ബിസിനസ് ഐഡിയ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് ബിസിനസ് ഐഡിയ അഥവാ ജനറേഷൻ ഓഫ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്? അതായത് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏതൊരു ഓൺട്രപ്രണറും എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും അതേപോലെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജനറേഷൻ ഓഫ് എ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പം ഓൺട്രപ്രണർഷിപ്പിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതായത് കസ്റ്റമേഴ്സിന് ഇന്ന ഏരിയയിൽ പ്രശ്നമുണ്ട്, എന്നാൽ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നും നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ആ ഐഡിയയെ നമ്മൾ പ്രാക്ടിക്കലി ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജനറേഷൻ ഓഫ് ബിസിനസ് ഐഡിയ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈൻഡ് മാപ്പിംഗ്, സ്കാംബർ, ലാറ്ററൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, അബ്സേർഡ് തിങ്കിങ്, വിഷ്വൽ ആൻഡ് കോൺസെപ്ച്വൽ തിങ്കിങ്, പിന്നെ ഗോൾഡൻ മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പറയാം. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു വിഷ്വൽ ടെക്നിക്കാണ് അല്ലേ. നമ്മളൊരു സെൻട്രൽ ആയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ ടോപ്പിക്കിനെ നമ്മളൊരു പേപ്പറിൽ സെൻട്രലായിട്ട് നമ്മൾ എഴുതും. എന്നിട്ട് അതിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിനെ, റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ക്രിയേറ്റീവ് തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതുതായിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഷ്വൽ ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. സെൻട്രൽ ആയിട്ടുള്ള ഐഡിയ നമ്മൾ നടുവിൽ എഴുതിയിട്ട് ബാക്കി അതുമായിട്ടുള്ള സബ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ബ്രാഞ്ചസ് പോലെ ഡിഫറെൻറ്റ് കളേഴ്സ്, സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കണക്ഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോഫി ഷോപ്പ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രൽ ഐഡിയ എങ്കിൽ അത് സെൻട്രൽ ചെയ്തിട്ട് ചുറ്റുവട്ടം അതിൻ്റെ ലൊക്കേഷൻ, മെനു, കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ എഴുതുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. സ്കാംബർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതും ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സർവീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. ഇവിടെ ഈ ഒരു ടെക്നിക്കിലൂടെ നമ്മൾ എന്താണ്, സ്കാംബർ, ഓരോ ലെറ്ററും ഓരോ വേർഡാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് പുതുതായിട്ടുള്ള സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്കാംബർ. എസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, നമ്മളിപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ എന്ത് കാര്യം ഉപയോഗിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതാണ് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്നത് കമ്പൈൻ ആണ്. ഇവിടെ എന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുമായിട്ട് നമുക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസിനെ കമ്പൈൻ ചെയ്ത് ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്നത് അഡാപ്റ്റ് ആണ്. അതായത് നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരും. സോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റ് ചെയ്യണം, അതാണ് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം എന്ന് പറയുന്നത് മോഡിഫൈ അഥവാ മാഗ്നിഫൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ സൈസോ അല്ലെങ്കിൽ ഷേപ്പോ ഫീച്ചേഴ്സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റുമോ, അതാണ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി എന്ന് പറയുന്നത് പുട്ട് ടു അനദർ യൂസ്. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ നമുക്ക് വേറെ എന്തെങ്കിലും യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എലിമിനേറ്റ്, എന്തെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അൺനെസസറി എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമോ. നമുക്കിപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, അൺനെസസറി ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. അപ്പം അൺനെസസറി പാർട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യും. സോ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരെന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഇതാണ് സ്കാംബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാറ്ററൽ തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച്
ചിന്തിക്കുന്നതിന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ന്യൂ പേഴ്സ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിനെ അല്ലെങ്കിൽ ഓൾഡ് പാറ്റേൺസിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതുതായിട്ടുള്ള യുണീക്കായിട്ടുള്ള അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലൂടെ ചിന്തിച്ച് പുതുതായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ലാറ്ററൽ തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതിനൊരു എക്സാമ്പിളാണ്, സാധാരണ നമുക്കൊരു ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ബുക്ക് സ്റ്റോറിലാണ് അല്ലെങ്കിൽ ലൈബ്രറിയിലാണ് പോകുന്നത്. അതിന് പകരം ഓൺലൈനായിട്ട് സബ്സ്ക്രിപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഓൺലൈനായിട്ടുള്ള ലൈബ്രറി, അതെന്താണ് സാധാരണ ചിന്തിക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. അതാണ് തിങ്ക് ഡിഫറെൻ്റ്ലി, അതാണ് ലാറ്ററൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ മിയറായിട്ട് എസംഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് ഡാറ്റ അല്ലെങ്കിൽ ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഫാക്റ്റ് അല്ലെങ്കിൽ ഡാറ്റയെ അനാലിസിസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കുന്ന മെത്തേഡിനെയാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു പുതുതായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ റിസർച്ച് ചെയ്യുക. മാർക്കറ്റിൽ ഏത് പ്രോഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് ഡാറ്റയെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു ഡിസിഷൻ എടുത്ത് നമ്മളൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലോജിക്കൽ തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആബ്സേർഡ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇമാജിനറി ആയിട്ട് വളരെ അൺയൂഷ്വൽ ആയിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഐഡിയാസിനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് ആബ്സേർഡ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു വിത്തൗട്ട് ഒരു ലിമിറ്റും കൂടാതെ നമ്മൾ വളരെ വൈൽഡായിട്ട് അല്ലെങ്കിൽ മേ ബി പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് ആബ്സേർഡ് തിങ്കിങ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് നമുക്ക് ഡ്രോണിലൂടെ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ വിയേർഡായിട്ടുള്ള തിങ്കിങ് ആണ്. പിന്നെയാണ് വിഷ്വൽ ആൻഡ് കോൺസെപ്ച്വൽ തിങ്കിങ്. വിഷ്വൽ ആൻഡ് കോൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത് സിമ്പിളാണ്. നമുക്ക് എന്താണോ ഐഡിയ ഉള്ളത് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിലൂടെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്മോൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്കാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ യൂഷ്വലി ഒരു 6 to 10 പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്. എന്നിട്ട് നമ്മൾ ഈ 6 to 10 ആൾക്കാരടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിനെ ഒരു 30 to 19 മിനിറ്റ്സ് നമ്മൾ അവരായിട്ട് ഡിസ്കഷനൊക്കെ നടത്തി ഒരു മോഡറേറ്റർ ഉണ്ടാവും. മോഡറേറ്ററാണ്, സ്കിൽഡ് ആയിട്ടുള്ളൊരു മോഡറേറ്റർ ഉണ്ടാവും. അവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അവരെന്ത് ചെയ്യും, ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ ഇൻട്രാക്റ്റീവ് ചെയ്ത് എന്താണ് അവരിൽ നിന്നും അവരുടെ ഒപ്പീനിയൻസും സജഷൻസൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരെയും അല്ല, ഒരു പെർട്ടിക്കുലർ ഒരു 6-10 പാർട്ടിസിപ്പൻസ് അടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് അവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഡിസിഷൻ എടുക്കുന്നതാണ് ഫോക്കസ് ഗ്രൂപ്പ്സ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇവിടെ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള 6 to 10 അങ്ങനെയൊന്നുമല്ല. ഇപ്പം എവിടെയാണ്, ഇപ്പോൾ ഒരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരാളൊരു ടോപ്പിക്ക് കൊടുക്കും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് എന്താണ് അവരുടെ ഒപ്പീനിയൻസ് അവർ പറയും. അങ്ങനെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നല്ലത് എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ ഗ്രൂപ്പായിട്ട് നടത്തുന്ന അതിൽ നിന്നും ഏറ്റവും നല്ല ബെസ്റ്റ് ഐഡിയാസ് സെലക്ട് ചെയ്തൊരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഇവിടെ ക്രിറ്റിസിസം ഇല്ല. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഫസ്റ്റ്, ക്വാളിറ്റി ബെറ്റർ. എത്രമാത്രം ഐഡിയാസ് കളക്ട് ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ഐഡിയാസ് കളക്ട് ചെയ്യുക, അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക. അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ക്രിറ്റിസിസം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ,
ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ വേഴ്സൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. സാധാരണ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ എന്താണ്, ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. വെറാസ് ഇൻ റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെ മോശമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് എന്താണ് ആൾക്കാർ എന്ത് ചെയ്യും, ഓക്കെ ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെ കോസ്റ്റ് കൂട്ടി ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് വേഴ്സ് ആക്കാൻ പറ്റുമെന്ന് ഒരാൾ പറയാണ്. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, ഓക്കെ നമ്മൾ കോസ്റ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് നമ്മൾ വിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ബേസിക്കലി നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ മോശമാക്കാം, വേഴ്സൺ ആക്കാം എന്ന് ആണ് നമ്മൾ ഡിസ്കഷൻ വെക്കുന്നത്. സോ ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ഐഡിയ ഷെയർ ചെയ്യും. അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു പ്രോബ്ലത്തെ എങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ നന്നാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിവേഴ്സ് ബ്രെയിൻ സ്റ്റോമിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിനറ്റിക്സ് എന്ന് പറയുന്നത് അൺറിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കണക്റ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഗാർഡനാണ്, അവിടുത്തെ ഓരോ ഫ്ലവേഴ്സാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്, ടീച്ചർ വാട്ടർ യൂസ് ചെയ്ത് നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇങ്ങനെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് തമ്മിൽ അനലോജീസും അല്ലെങ്കിൽ മെറ്റഫേഴ്സൊക്കെ യൂസ് ചെയ്ത് അൺറിലേറ്റഡ് ഐഡിയാസിനെ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും നമ്മൾ പുതുതായിട്ടുള്ള സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്, ആൾക്കാർക്ക് പുതുതായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ഫൈനലി ഗോർഡൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെയും മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താണ്, കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, കൃത്യമായിട്ടുള്ള പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അത് നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്, ക്രിറ്റിസിസം പാടില്ല, വൈൽഡ് ആയിട്ടുള്ള ഐഡിയാസ് എൻകറേജ് ചെയ്യണം, ഇങ്ങനെ നമ്മൾ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തുകൊണ്ട് ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഐഡിയാസ്, മാക്സിമം ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗോർഡൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെയും എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചേർഡ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്കാണ് ഗോർഡൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഐഡിയാസ് ഓവർ ക്വാളിറ്റിയാണ്. എത്രമാത്രം ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്നും ബെസ്റ്റ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഗോർഡൻ മെത്തേഡിൽ നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻ ഫണ്ടിങ് സോഴ്സസ് ഓഫ് സ്റ്റാർട്ടപ്പാണ്. സ്റ്റാർട്ടപ്പിനെ നമ്മൾ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫണ്ടിങ് സോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ബട്ട് ഇത് ജസ്റ്റ് നമ്മുടെ സിലബസിൽ പറയുന്നതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് നമുക്ക് പറയാം. മെയിനായിട്ട് നമുക്ക് 6 മെത്തേഡ്സ് ആണ് ഇതിൽ, 6 സോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് വൺ ക്രൗഡ് ഫണ്ടിങ് ആണ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സോ പുതുതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിന് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇപ്പം ഓരോ സേവിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, അവരെന്ത് ചെയ്യും, കുറച്ച് പൈസ ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഒരു പേഴ്സൺ ഒരിപ്പം നമ്മളിപ്പം ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വല് മൊത്തമായിട്ടുള്ള പൈസ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരാൾ മൊത്തമായിട്ടുള്ളൊരു പൈസ നമ്മൾ ഒരാളിൽ നിന്നും ഫണ്ട് ചെയ്യിക്കാതെ പല വ്യത്യസ്തമായ ആൾക്കാരിൽ നിന്നും സ്മോൾ ആയിട്ടുള്ള എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓൺട്രപ്രണേഴ്സിനെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മെത്തേഡാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ചെറിയ ആൾക്കാരുടെ കയ്യിൽ നിന്നും വളരെ കുറച്ച് എമൗണ്ട്സ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും ഈ പ്ലാറ്റ്ഫോമിലേക്ക്. അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺട്രപ്രണേഴ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അവർക്ക് എന്ത് കിട്ടും,
അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് കിട്ടും. സോ ഈ ഒരു മെത്തേഡാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ക്രൗഡ് ഫണ്ടിങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും സ്മോൾ കോൺട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുന്നത്. വെറാസ് ഇൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ ഇവിടെ എന്താണ്, ഒരു വെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അദ്ദേഹം എന്താണ്, ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ടാവും, എല്ലാ സ്റ്റാർട്ടപ്പിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് നോക്കിയിട്ട് ഒരു വെൽത്തി ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പേഴ്സണൽ മണി അതിൻ്റെ ഏർലി സ്റ്റേജസ് ആ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇൻ റിട്ടേൺ ആയിട്ട് ഏഞ്ചൽ ഇൻവെസ്റ്ററിന് എന്താ കിട്ടുന്നത്? ആ ഒരു കമ്പനിയിലുള്ള ഓണർഷിപ്പ് അഥവാ ഷെയർ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അദ്ദേഹത്തിന് നല്ല ബിസിനസ് എക്സ്പീരിയൻസും ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. സോ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ എപ്പോഴും ഫണ്ട് കൊടുക്കും, അതേപോലെ തന്നെ ഗൈഡൻസും മോട്ടിവേഷനും അതേപോലെ തന്നെ നോളജും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റാർട്ടപ്സിൽ നമ്മൾ എന്താണ് ലാർജ് ആയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് അല്ലെങ്കിൽ കമ്പനീസ് ആയിരിക്കും. അവർ ഹൈ ഗ്രോത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിനെ മേൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻ റിട്ടേൺ ആയിട്ട് എന്താ കിട്ടുന്നത്? സെയിം കമ്പനിയിലുള്ള ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഫണ്ടാണ് ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. നമുക്ക് ബാങ്കിൽ നിന്നും പൈസ റേസ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ലോൺ രൂപേണ സ്റ്റാർട്ടപ്പിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് ഗ്രാൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓൺട്രപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഇൻക്യുബേറ്റേഴ്സും ആക്സലേറ്റേഴ്സും. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്സലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി ഗ്രോ ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും ഫണ്ടിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ആക്സിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും സോഴ്സസിലൂടെയാണ് സ്റ്റാർട്ടപ്പിന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. ക്രൗഡ് ഫണ്ടിങ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ആൾക്കാരുടെ കയ്യിൽ നിന്നും സ്മോൾ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് കൊടുക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ദർ വിൽ ബി ഓൺലി എ സിംഗിൾ കോൺട്രിബ്യൂട്ടർ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ആണ്. ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഫേമിന് മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഫണ്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ ബാങ്ക് ലോണ്, ഗവൺമെൻറ് ഗ്രാൻറ്റ് ആൻഡ് ഫൈനലി ഇൻക്യുബേറ്റർ ആൻഡ് ആക്സിലേറ്റർ. ഇനി മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനലൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പം മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമുക്കറിയാം. സോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഏത് പ്രോഡക്റ്റിനാണ് ഡിമാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് പ്രോബ്ലം സോൾവ് ആവാതെ ഇരിക്കുന്നത്, ഏത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ, സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ബട്ട് അത് നമ്മുടെ ബിസിനസ്സിന് ചിലപ്പോൾ ഫീസിബിൾ ആവണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഫണ്ട് ഉണ്ടാവണമെന്നില്ല. സോ ഇത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് അനാലിസിസ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് നമുക്ക് റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പം നമ്മളൊരു പുതുതായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് ചേഞ്ചസ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ റിസ്കിനെ നമ്മൾ
നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസ്കിനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജീസും ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത്ര റിസ്കുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ചില സമയത്ത് ഇപ്പം എക്കണോമിക് റിസഷൻ ഉള്ളൊരു സമയമാണ്, അതായത് എക്കണോമി വളരെ വീക്കായിട്ടുള്ളൊരു സമയമാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ റിസ്ക് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ എൻട്രി ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനും ഇനി ഭാവിയിൽ എന്തെങ്കിലും റിസ്കുകൾ വരികയാണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള കണ്ടിജൻസി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രൊആക്റ്റീവ് അപ്രോച്ചാണ്. ഫെയിലിയർ ഭാവിയിൽ വന്നതിന് ശേഷം സോൾവ് ചെയ്യുന്നതിന് പകരം നേരത്തെ മാർക്കറ്റിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അനാലിസിസ് ചെയ്ത് റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് പറ്റുമെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ആണ് റിസോഴ്സ് അലോക്കേഷൻ. എന്താ റിസോഴ്സ് അലോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആസ് വി ഓൾ നോ ദാറ്റ് എവറി ബിസിനസ് ഹാസ് ലിമിറ്റഡ് റിസോഴ്സ് അല്ലേ. നമുക്കിപ്പോൾ പൈസയാണെങ്കിലും മാൻ പവർ ആണെങ്കിലും സമയമാണെങ്കിലും നമ്മുടെ എക്കണോമിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ ഓപ്പർച്യൂണിറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ഏത് സ്ഥലത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് സ്ഥലത്താണ് ഏറ്റവും, ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ലോങ് ടേം സക്സസ് ഉള്ള ഓപ്പർച്യൂണിറ്റിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമുക്ക് തോന്നിയതുപോലെ എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും നഷ്ടം വരാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഫെയിലിയറിന് കാരണമാവും. സോ നമ്മൾ എന്ത് ചെയ്യണം, എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ റിസോഴ്സസിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലോങ് ടേം സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മുടെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് സ്ട്രാറ്റജിക് അലൈൻമെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതൊരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ ഓർഗനൈസേഷന് ഓരോ ഗോൾസും ഒബ്ജക്റ്റീവ്സും ലോങ് ടേം വിഷനും മിഷനും ഒക്കെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വിഷനും മിഷനും എന്നൊക്കെ പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഓർഗനൈസേഷൻ എന്തായി തീരണം എന്നുള്ളതാണ്. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും വിഷനും മിഷനും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അതുമായി അലൈൻ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോ അതിന് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, കോമ്പറ്റേറ്റീവ് അനാലിസിസ് അല്ലേ. കൃത്യമായിട്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അവരുടെ മാർക്കറ്റ് പൊസിഷനിങ് എന്തൊക്കെയാണ്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാർക്കറ്റിൻ്റെ ഗ്യാപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അൺമെറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കസ്റ്റമേഴ്സ് നീഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെയിം പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളും പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? ഇല്ല. സോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ട് എന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ബെറ്റർ സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓൾറെഡി ടാപ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് അല്ല, അൺടാപ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജും അതേപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള കസ്റ്റമർ ട്രസ്റ്റും ലൊയാലിറ്റിയും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻഡസ്ട്രി ലീഡറായിട്ട് തന്നെ മാറാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് നടത്തണം. അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സ്ട്രാറ്റജീസൊക്കെ മനസ്സിലാക്കി
മനസ്സിലാക്കിക്കൊണ്ട് അൺമെറ്റ് ആയിട്ടുള്ള കസ്റ്റമർ നീഡ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഓർ ഇവാലുവേറ്റ് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ആണ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് എപ്പോഴും നമ്മളിപ്പം ഓക്കെ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റിനാണ് ഡിമാൻഡ്, ഇതിനായിരിക്കും ഡിമാൻഡ് എന്ന് നമ്മൾ ഗസ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളൊരു ഇൻറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു അനാലിസിസ് നടത്തുക. ഇപ്പം റിസർച്ചിലൂടെ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ഗസ് ബേസ് ചെയ്തല്ലാതെ നമ്മൾ മാർക്കറ്റിൻ്റെ ഡാറ്റ, കൺസ്യൂമറിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുക, കൺസ്യൂമറിന് ഏത് പ്രോഡക്റ്റിനോടാണ് ഡിമാൻഡ് കൂടുതൽ, കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജീസിനെ റിസർച്ച് ചെയ്യുക, ഇൻഡസ്ട്രിയുടെ ട്രെൻഡ്സിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊരു ഡിസിഷൻ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡിസിഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അനാലിസിസ് അവർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസിൽ പറഞ്ഞത്. റിസ്ക് മിറ്റിഗേഷന് ഹെൽപ്പ് ചെയ്യും, റിസോഴ്സ് അലോക്കേഷന് ഹെൽപ്പ് ചെയ്യും, സ്ട്രാറ്റജിക് അലൈൻമെൻറ്റിന്, കോമ്പറ്റേറ്റീവ് അനാലിസിസിന്, അതേപോലെ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ് അപ്രോച്ചസ് ടു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ്. അഥവാ നമുക്ക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ അപ്രോച്ചസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഓരോ അപ്രോച്ചസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റിനായിരിക്കും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പം യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഡാറ്റാസ് കൃത്യമായി കളക്ട് ചെയ്ത് ആ ഡാറ്റയെ നമ്മൾ റിസർച്ച് ചെയ്ത് അതിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ട്രെൻഡിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ആ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ സൈസ്, അതായത് എത്ര ആൾക്കാർ അതിൽ ഇൻക്ലൂഡഡ് ആണ്, ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിമാൻഡ് ഡ്രൈവേഴ്സ് ഏതൊക്കെയാണ്, അവരുടെ പാറ്റേൺസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ബൈയിങ് പാറ്റേൺസ് എന്തൊക്കെയാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റയിലൂടെ കളക്ട് ചെയ്തുകൊണ്ട് പഠിച്ച് അതിൽ നിന്നും എഫക്റ്റീവ്ലി പ്ലാൻ എടുത്തുകൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാർക്കറ്റിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്, ഇപ്പം ഞാൻ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്നെങ്കിൽ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ച് അവരുടെ സ്ട്രെങ്ത് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് അവർക്കൊരു ഡൊമിനൻസ് ഉള്ളത്, ഏത് ഏരിയയിലാണ് അവർ വീക്ക് ആയിട്ടുള്ളത്, അവരുടെ ഓവറോൾ മാർക്കറ്റ് ഷെയർ എന്തൊക്കെയാണ്, ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള ഡാറ്റാസിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് അവരിപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു ഗ്യാപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരെക്കാൾ നല്ല രീതിയിൽ അവരുടെ സ്ട്രാറ്റജീസിനെ മറികടന്നുകൊണ്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് അവരുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓവറോൾ ആയിട്ടുള്ള മാർക്കറ്റ് ഷെയറിനെയൊക്കെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അൺമെറ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യുകയും അതിനെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുന്നതിനെയുമാണ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പം സർവേയിലൂടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൂടെ ഫീഡ്ബാക്കിലൂടെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും പ്രിഫറൻസും ചാലഞ്ചസും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനെ ഇൻ്റർവ്യൂസിലൂടെ അല്ലെങ്കിൽ ഫീഡ്ബാക്കിലൂടെയൊക്കെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യാൻ പറ്റുന്നത്? അൺമിറ്റ് ആയിട്ടുള്ള കസ്റ്റമർ നീഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്
പുതുതായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ കസ്റ്റമറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താണ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനും പറ്റും. സോ അതാണ് കസ്റ്റമർ ഇൻസൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് റെഗുലേറ്ററി അസസ്മെൻറ്റ്. റെഗുലേറ്ററി അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മളൊരു ടാർഗറ്റ് മാർക്കറ്റ്, ഇപ്പം നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തൊക്കെയാണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടാർഗറ്റ് മാർക്കറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണം. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് റൂൾസും ലോസും ഡോക്യുമെൻറ്റേഷനും പ്രൊസീജിയേഴ്സും അതേപോലെ അപ്രൂവലൊക്കെ കിട്ടണം. സോ ഇത് ഏതൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കയറി ചെല്ലുന്നതിനെയാണ് റെഗുലേറ്ററി അസസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെന്താണ് കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ റെഗുലേറ്ററി ആയിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാവിയിൽ വരാവുന്ന ലീഗൽ റിസ്ക് അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ലോസ് കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. ഇപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സമയമായപ്പോൾ ഇങ്ങനൊരു നോട്ടീസ് വരികയാണ്, ഇത് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ആ പ്രോഡക്റ്റ് ലോഞ്ച് തന്നെ ഡിലേ ആയില്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണ്, പകുതി വെച്ച് പറയുകയാണ് നിങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ബിസിനസ്സിനെ തന്നെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. സോ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് റെഗുലേറ്ററി അസസ്മെൻറ്റ്. അതായത് ബിഫോർ ആ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ റൂൾസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുക. പിന്നെയാണ് SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറയുന്നത് SWOT, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് അനാലിസിസ്. അപ്പം SWOT അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു ബിസിനസ്സിന് ഇൻറ്റേർണലായിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാകും, അതിനെയാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസ്സിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സാണ്, ബിസിനസ്സിനെ ഡയറക്റ്റായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്, എന്നാൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് ആയിട്ടും വീക്ക്നെസ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സാണ് ബിസിനസ്സിൻ്റെ എംപ്ലോയീസ്, വിഷൻ, മിഷൻ, അതേപോലെ തന്നെ കൾച്ചർ, ഹ്യൂമൻ റിസോഴ്സ്, ടെക്നോളജി, ക്യാപിറ്റൽ. ഇതൊക്കെ എന്താണ്, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള അകത്തുള്ള ഫാക്ടേഴ്സാണ്, എന്നാൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഈ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബിസിനസ്സിന് നല്ല രീതിയിലുള്ള ഫിനാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ബിസിനസ്സിൻ്റെ എന്താണ്, സ്ട്രെങ്ത് ആണ്. നേരെ മറിച്ച് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻസ് വളരെയധികം വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിന് എന്തായിട്ടാണ് പറയുന്നത്, വീക്ക്നെസ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേറാസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സിൻ്റെ പുറമേയുള്ള ഫാക്ടേഴ്സ്, എന്നാൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ് എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് ഇപ്പോൾ സോളാറിന് വേണ്ടിയിട്ടുള്ള സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്തെന്ന് വിചാരിക്കാം. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നേരെ തലതിരിച്ച് ചിന്തിച്ച് നോക്കിക്കേ, ഇപ്പം ബിസിനസ്സിൽ ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടി പെട്ടെന്ന് ചേഞ്ച് ചെയ്തു,
ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടി ചേഞ്ച് ചെയ്തു, എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ളൊരു റൂൾസ് വന്നു എന്ന് വിചാരിക്കുക, അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ത്രെറ്റാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റൂൾ ചേഞ്ച് ചെയ്തു എന്നുള്ളത് ബിസിനസ്സിനെ പോയി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സാണ്, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സാണ്, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ് ആണ്, ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഫാക്ടേഴ്സാണ്, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെറ്റ്സിനെയും അനാലിസിസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്വോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തും അഡ്വാൻറ്റേജും അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് വീക്ക് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്കറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് മാർക്കറ്റ് എൻട്രി ബാരിയേഴ്സ്. എന്താണ് മാർക്കറ്റ് എൻട്രി ബാരിയേഴ്സ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് പുതുതായിട്ട് ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുക, അല്ലെങ്കിൽ പുതുതായിട്ടുള്ളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾസിനെയാണ് നമ്മൾ മാർക്കറ്റ് എൻട്രി ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണ് വരാനുള്ള സാധ്യത? റെഗുലേഷൻസ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, ഹൈ കോസ്റ്റ്, ഇതൊക്കെ എന്താണ് മാർക്കറ്റ് എൻട്രി ബാരിയേഴ്സ് ആണ്. അപ്പം നമ്മൾ നേരത്തെ മാർക്കറ്റിൽ, ഇപ്പം ഞാനൊരു പുതുതായിട്ടുള്ളൊരു ടാർഗറ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള ബാരിയേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് ഒന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് ഞാൻ എൻ്റർ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് സക്സസ്ഫുള്ളി മുൻപോട്ട് പോകാൻ പറ്റില്ല. സോ നമ്മൾ കൃത്യമായിട്ട് ഒരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ബാരിയേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും ഓൾട്ടർനേറ്റീവ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് മാർക്കറ്റ് സൈസിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. മാർക്കറ്റ് സൈസിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് മാർക്കറ്റ്, ഇപ്പം ഞാൻ യങ്സ്റ്റേഴ്സ് ആണ് എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് എങ്കിൽ ആ ടാർഗറ്റ് മാർക്കറ്റിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിൽ നിന്നും എനിക്ക് എത്ര റവന്യൂ കിട്ടും എന്ന് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഭാവിയിൽ എൻ്റെ ബിസിനസ് എത്രമാത്രം ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാം, എത്രമാത്രം പ്രോഫിറ്റ് എനിക്ക് ഏൺ ചെയ്യാം, എത്രമാത്രം ലോങ് ടേമിലേക്ക് എനിക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് മീൻസ് പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഓക്കെ, മാർക്കറ്റ് സൈസിങ് എന്ന് പറയുന്നത് ടാർഗറ്റ് മാർക്കറ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്നും എത്ര ടോട്ടൽ വാല്യൂക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭാവിയിൽ എത്ര പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഏത് സക്സസ് ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് എത്തും എന്നുള്ളൊരു ക്ലിയർ പിക്ചറിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ത്രെറ്റ്സിനെ, ഇപ്പം എക്കണോമിക് ഡൗൺ ടേൺസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഇൻറ്റൻസ് കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ത്രെറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റിസ്ക് അഡ്വാൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ്? നമുക്കത് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രൊആക്റ്റീവ് ആയിട്ടൊരു അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് റിസ്ക് വന്ന് അത് സോൾവ് ചെയ്യുന്നതിന് പകരം ഭാവിയിലുള്ള റിസ്ക് മനസ്സിലാക്കി നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിനുള്ളൊരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റുകയും സക്സസ് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെയാണ് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു ബിസിനസ്സിനേക്ക് വേണ്ടി എത്രമാത്രം മാൻ പവർ വേണം, ടെക്നോളജി വേണം, എത്ര ഫിനാൻസ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റും ഓവർ ഇൻവെസ്റ്റ്മെൻറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് എത്ര വേണം എന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറവ് എമൗണ്ടേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിസോഴ്സിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിന് എത്ര ആവശ്യമുണ്ടെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മൾ പുതുതായിട്ടുള്ളൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, എത്രമാത്രം നമുക്ക് റവന്യൂ കിട്ടാൻ സാധ്യതയുണ്ട്, എത്രമാത്രം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൃത്യമായിട്ട് നമ്മളിങ്ങനെ നമുക്ക് ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള റിട്ടേണിനെയും റവന്യൂവിനെയും കോസ്റ്റിനെയൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഫിനാൻഷ്യലി സൗണ്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റാണ് ബിസിനസ് കേസ് ഡെവലപ്മെൻറ്റ്. ബിസിനസ് കേസ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ ഫണ്ട് വാങ്ങിക്കും. ചില സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാകും. ഈ ബിസിനസ്സിൻ്റെ ഫണ്ട് ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ്സിൻ്റെ ഷെയർ വാങ്ങിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, അല്ലെങ്കിൽ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഇവരെല്ലാവരെയും കൂടെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, റിസർച്ച്, അല്ലെങ്കിൽ റിസോഴ്സസ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കംസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഔട്ട്ലൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരെ എടുത്ത് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് അവരെ എടുത്ത് പ്രസൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവരുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലാക്കുക, ഞാനൊരു ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ഫണ്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൽ എനിക്കൊരു ക്ലാരിറ്റി വേണം. സോ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ബിസിനസ്, ഏത് ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കേസായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രസൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാനും ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അപ്രൂവ് ചെയ്യാനും പറ്റുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഡെസിഷൻ മേക്കിംഗ്. ഈ മേൽ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ വാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്? ഈ മാർക്കറ്റിൽ എൻ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഈ ഡെസിഷൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? റിസ്കിനെ അല്ലെങ്കിൽ ഡാറ്റ, നമ്മുടെ പൊട്ടൻഷ്യൽ റിട്ടേൺ, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് അനലൈസ് ചെയ്തത്. അതൊക്കെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതെപ്പോഴും കസ്റ്റമർ വാങ്ങിക്കൊള്ളുന്നുണ്ടോ? പണ്ട് നോക്കിയ കീപാഡ് ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അന്ന് അതിന് നല്ല ഡിമാൻഡായിരുന്നു. എന്ന് വെച്ചിട്ട് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്താ? അവരതിൽ നിന്നും ഒരു അപ്ഡേഷൻസും വരുത്തിയില്ല. അതുകൊണ്ടാണ് നോക്കിയ എന്തായത്? മാർക്കറ്റ് ലീഡറിൽ നിന്നും മാർക്കറ്റ് ലോസറായിട്ട് മാറിയത്. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ കസ്റ്റമർ പ്രിഫറൻസ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈം. ഓക്കെ, ന്യൂ കോമ്പറ്റീറ്റേഴ്സ് may or may not enter to the market. So we have to constantly monitor the market. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. മാർക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും നമ്മൾ അങ്ങനെ എൻഷുർ ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അഡാപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കോമ്പറ്റേറ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ചസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് മാർക്കറ്റ് റിസർച്ച്, കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യുന്നത്, കസ്റ്റമർ ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുന്നത്, റെഗുലേറ്ററി അസസ്മെൻറ്റ്, SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ്, മാർക്കറ്റ് എൻട്രി ബാരിയേഴ്സിനെ അനലൈസ് ചെയ്യുക, മാർക്കറ്റ് സൈസിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, റിസ്ക് അസസ്മെൻറ്റ്, റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, കസ്റ്റമർ വാലിഡേഷൻ, ബിസിനസ് കേസ് ഡെവലപ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസിൻ്റെ സ്റ്റെപ്സ് അഥവാ അപ്രോച്ചസ് എന്ന് പറയുന്നത്.
ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡ്രൈവിംഗ് ഫാക്ടറാണ്. ഓക്കെ, ഒരു നീഡ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യമുണ്ട്, ആ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആ പ്രോഡക്റ്റാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ വാങ്ങിക്കുന്നത്. അപ്പം കസ്റ്റമറിൻ്റെ നീഡെന്ന് പറയുന്നത് ബേസിക്കലി ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള മെയിൻ റീസൺ ആണ്. അപ്പം ഒരു ബിസിനസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അൺമെറ്റ് ആയിട്ടുള്ള നീഡ് ഏതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് എക്സ്പ്രസ് ചെയ്യും അവരുടെ ആവശ്യങ്ങൾ ഇതാണ്, ചില കസ്റ്റമേഴ്സ് എക്സ്പ്രസ് ചെയ്യില്ല. സോ നമ്മളിത് എങ്ങനെയാണ് മനസ്സിലാക്കുക, മാർക്കറ്റ് റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ട് ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കസ്റ്റമർ പ്രിഫറൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് അൺമെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഓരോ കസ്റ്റമറും ഓരോ തരത്തിലുള്ള നീഡായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പം ഒരു കസ്റ്റമർ ഒരു ഫോൺ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലവരെന്തായിരിക്കും അവരുടെ മെയിൻ കൺസേൺ എന്തായിരിക്കും, പ്രൈസ് അഥവാ ബഡ്ജറ്റ് ആയിരിക്കും. ചിലവരുടെ എന്തായിരിക്കും, ക്യാമറ ക്വാളിറ്റി ആയിരിക്കും. ചിലവർ ചിലപ്പോൾ ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഓരോ കസ്റ്റമർ നീഡാണ്. അതിന് കസ്റ്റമർ നീഡെന്ന് പറയുന്നത് എപ്പോഴും എന്താവില്ല, സെയിം ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പ്രിഫറൻസസ് നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചിലവർ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും. ചിലവർ ഫങ്ഷൻസ് നോക്കിയിട്ടായിരിക്കും, ചിലവർ യൂസബിലിറ്റി നോക്കിയിട്ടായിരിക്കും, ചിലവർ എഫക്റ്റീവ്നെസ് നോക്കിയിട്ടായിരിക്കും, ചിലവരെന്താണ് പ്രൈസ് നോക്കുന്നവരെന്തായിരിക്കും, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്നുള്ളതായിരിക്കും അവരുടെ കൺസേൺ. ഫങ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് നന്നായി വർക്ക് ചെയ്യണം, ഒരു ലോങ് ടേമിലേക്ക് വർക്ക് ചെയ്യണം എന്നായിരിക്കും ചിലവരുടെ കൺസേൺ. ചിലവരെന്താണ്, യൂസബിലിറ്റി, ഈസി ടു യൂസ് ആയിരിക്കണം, അതായിരിക്കും. ചിലവരെന്താണ്, എഫക്റ്റീവ്നെസ്, അതായത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കേസായിരിക്കും. ചിലവർക്ക് സപ്പോർട്ടിനായിരിക്കും അവർ കൺസേൺ കൊടുക്കുന്നത്, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കസ്റ്റമർ സർവീസ് കിട്ടുന്നതായിരിക്കും എന്നായിരിക്കും അവർ നോക്കുക. ചിലവർ സെക്യൂരിറ്റി, സേഫ്റ്റിയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ചിലവർ റിലയബിലിറ്റി ആയിരിക്കും, അതായത് ലോങ് ടേം ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഐറ്റം ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ കസ്റ്റമർ ടു കസ്റ്റമർ എന്താണ് അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ ടൈലർ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ചിലവർ എക്സ്പ്രസ് ചെയ്യും, എൻ്റെ ആവശ്യം ഇതാണ് എന്ന് വന്ന് പറയും. എല്ലാവരും അങ്ങനെ എക്സ്പ്രസ് ചെയ്യണോ? ഇല്ല. സോ നമുക്കത് എങ്ങനെയൊക്കെയാണ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് കസ്റ്റമർ സർവേ. അപ്പം ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് എന്താണ് അവർക്ക് വേണ്ടത് എന്ന് അവരോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ക്വസ്റ്റ്യനർ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സർവേ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം കസ്റ്റമർ ഫീഡ്ബാക്കിലൂടെയൊക്കെ അവരുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഏത് പ്രോഡക്റ്റാണ് അവർക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഒപ്പീനിയൻസ്, ഹാബിറ്റ്സ്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സർവേയിലുള്ള റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് സർവീസ് നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് കസ്റ്റമർ സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറിൻ്റെ അടുത്ത് തന്നെ അവരോട് തന്നെ അവരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളും ഒപ്പീനിയൻസും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആ സർവേയെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കസ്റ്റമർ സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്കഷൻ വിത്ത് സ്റ്റാഫ് ആൻഡ് കൊളീഗ്സ്. എന്താണ് ഡിസ്കഷൻ വിത്ത് സ്റ്റാഫ് ആൻഡ് കൊളീഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്ക്
ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫായിട്ടുള്ള സെയിൽസ് ആൻഡ് സപ്പോർട്ട് ടീംസ്, അല്ലെങ്കിൽ ഇപ്പം അവരാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടാവുക. അവരാണ് ഡെയിലി കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നതും അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടാവും. സോ അവർ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും എക്സ്പെക്റ്റേഷൻസും എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം കസ്റ്റമർ സർവേ പോലെ ഒരു ഡീറ്റെയിൽ ആയിട്ട് മെത്തേഡിലൂടെ അല്ലാതെ ഇപ്പം നമ്മളൊരു സെയിൽസ് ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി അവരുടെ പ്രോബ്ലംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവർക്ക് കംപ്ലയിൻസ് ഉള്ളത് എന്ന് സ്റ്റാഫ് അല്ലെങ്കിൽ കൊലീഗ്സിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തി അവരിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഡെയിലി കസ്റ്റമേഴ്സായിട്ട് ഇടപഴകുന്ന സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫോ അല്ലെങ്കിൽ കൊലീഗ്സിലൂടെയൊക്കെ അവരുമായി ഡിസ്കഷൻ നടത്തിക്കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ മനസ്സിലാക്കാൻ പറ്റും. തേർഡ് വണ്ണാണ് ഫോക്കസ് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി ഫോക്കസ് ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്മോൾ ഗ്യാതറിംഗ് ഓഫ് പീപ്പിളിലൂടെ പേഴ്സൺ ടു പേഴ്സൺ അവരെന്ത് ചെയ്യണം, അവരുടെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാണ്. ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇപ്പം ഞാൻ നിങ്ങളിൽ നിന്നൊരു 10 ആൾക്കാരെ വെച്ചൊരു 3 ടീമാക്കി നിങ്ങളെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ആക്കുകയാണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും ഓരോ ഐഡിയാസ് ഷെയർ ചെയ്യും. ഓക്കെ, കസ്റ്റമറിന് ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം, മാർക്കറ്റിലെ ട്രെൻഡ് ഇതൊക്കെയാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഡീപ്പറായിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് അതിൽ നിന്നും നിങ്ങളുടെ റെസ്പോൺസസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെസ്പോൺസസിലൂടെ നമുക്ക് പാറ്റേൺ മനസ്സിലാക്കി അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും പ്രിഫറൻസും എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി എഫോർഡബിൾ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ച് ചിലപ്പോൾ എംപ്ലോയീസിനെ ആയിരിക്കും ഡിഫറെൻറ്റ് ഫോക്കസ് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അവരുടെ ബേസ്ഡ് ഓൺ ദെയർ എക്സ്പീരിയൻസ് ദേ വിൽ ഷെയർ ദ ഒപ്പീനിയൻസ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ടോക്ക് ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മറ്റൊരു സ്ട്രാറ്റജിയാണ് കാഷ്വൽ കോൺവെർസേഷൻ. ഓക്കെ, ഇപ്പം നമുക്കൊരു മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ പരമാവധി ആൾക്കാരെടുത്ത് കോൺവെർസേഷൻസ് വെക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ വി നോ ദാറ്റ് നമ്മൾ ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഓരോ നോളേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ എത്രത്തോളം ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെയും പ്രിഫറൻസിനെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങളൊരു തോട്ടിൽ ഇപ്പം കസ്റ്റമർ ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യും. അപ്പം എനിക്ക് ഇതിൽ നിന്നും എത്രത്തോളം ഞാൻ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നു അത്രത്തോളം എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും കസ്റ്റമേഴ്സാണ്. അപ്പം നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയാണ് ഇൻ്റർവ്യൂ, 1-to-1 ഇൻ്റർവ്യൂ. ഓക്കെ, 1-to-1 ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം. അവരെ നമ്മളൊരു നല്ലൊരു എൻവയോൺമെൻറ്റിൽ നമ്മളെ വിളിച്ചിരുത്തി നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുന്നതിന് പകരം കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്, അപ്പോൾ നിങ്ങളൊരു ആൻസർ പറയും. നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓരോ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2-way ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ബേസ് ചെയ്ത് ഇപ്പം എന്തെങ്കിലും എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ അതൊക്കെ ചോദിച്ച് നിങ്ങളുടെ പെർമിഷനോട് കൂടി നിങ്ങളുടെ ഓഡിയോ ഒക്കെ നിങ്ങളുടെ ഗസ്റ്റേഴ്സ് വീഡിയോ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഡാറ്റ കളക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റർവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ ടോക്ക് ടു ആസ് മെനി പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് സ്ട്രക്ചേർഡ് അല്ല, നമ്മൾ കാഷ്വൽ കോൺവെർസേഷൻസ് ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂ നമ്മൾ ഒരു നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചോദിക്കുക. അതിൻ്റെ റെസ്പോൺസസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പെക്റ്റേഷൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻ്റർവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് കസ്റ്റമറിൻ്റെ നീഡ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അനാലിസിസ് ഓഫ് വേരിയസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഒരു എറയിൽ ബിസിനസ്സിന് ഒരുപാട് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യും. ഇപ്പോൾ റവന്യൂ റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് റിപ്പോർട്ട്, മാർക്കറ്റിംഗ് റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ്, ഏത് പ്രോഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഇയറിൽ ഡിമാൻഡ് ഉള്ളത്, ഇങ്ങനെയുള്ള ഓരോ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, കൺസ്യൂമർ ബൈങ് പാറ്റേൺ, ഇതൊക്കെ റിവീൽ ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ടാവും. അപ്പം ഈ റിപ്പോർട്ട്സിനെ, അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റാസിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കസ്റ്റമറുമായിട്ടുള്ള റിലേറ്റഡ് ഇൻഫോർമേഷൻസ്, ഇപ്പോൾ ജെൻഡർ, ഏജ്, ഇൻകം, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അതിലൂടെ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി സോഷ്യൽ മീഡിയ മോണിറ്ററിങ്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാകുമ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുകയും ചിലപ്പോൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഏത് പ്രോഡക്റ്റിൻ്റെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിനാണ്, ഇപ്പം ആമസോണിൻ്റെയൊക്കെ ആഡ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. അപ്പം ഏത് പ്രോഡക്റ്റിൻ്റെ മുകളിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്, കമൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിൻ്റെ മുകളിലാണ്. ഇപ്പം നമ്മുടെ റിവ്യൂസൊക്കെ ഓൺലൈനിൽ ഓരോ റീൽസിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഏത് പ്രോഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയെ മോണിറ്റർ ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ നീഡ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ ഇത്രയും മെത്തേഡ്സാണ്: കസ്റ്റമർ സർവേ, ഡിസ്കഷൻ വിത്ത് സ്റ്റാഫ് ആൻഡ് കൊളീഗ്സ്, ഫോക്കസ് ഗ്രൂപ്പ്, ടോക്ക് ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ, ഇൻ്റർവ്യൂ, അനാലിസിസ് ഓഫ് വേരിയസ് റിപ്പോർട്ട്സ് ആൻഡ് സോഷ്യൽ മീഡിയ മോണിറ്ററിങ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ ഫണ്ടിങ് സോഴ്സസ് ഓഫ് സ്റ്റാർട്ടപ്പ്, പിന്നെ നമ്മൾ ടെക്നിക്സ് ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് എന്താണെന്നും എന്താണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് എന്നും പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ അപ്രോച്ചസ് ടു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് അപ്രോച്ചസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ കസ്റ്റമർ നീഡ്സ് എന്താണെന്നും അവരുടെ ടൈപ്സ് ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതോടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സോ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. താങ്ക് യു.